നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കാണുന്നവരുടെയോ വാർത്ത വായിക്കുന്നവരുടെയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണുന്നവരുടെയോ കരളലിയിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നിരുന്നു. ഒരു വാർത്ത അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. മഞ്ചേശ്വരം താലൂക്കിൽ മീഞ്ച പഞ്ചായത്തിൽ ചിഗ്രൂ പദവ് സ്വദേശിയായ നാരായണൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉറ്റവരും ഉടയവരും ആരും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുവാൻ തയ്യാറായില്ല. അപ്പോൾ മുസ്ലിം ലീഗ് വനിതാ നേതാവായ ഇർഫാന ഇക്ബാൽ ആ മൃതദേഹം ഏറ്റുവാങ്ങി ഹൈന്ദവ ആചാരപ്രകാരം ചിതയൊരുക്കി സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തെ സംസ്കരിച്ചു. ഈ വാർത്ത കണ്ടപ്പോൾ വായിച്ചവരെല്ലാവരുടെയും കരളലിഞ്ഞുപോയി. കരൾ മാത്രമല്ല, കിഡ്നിയും ഹൃദയവും എല്ലാം അലിയുന്ന തരത്തിൽ ഒരു അടിക്കുറിപ്പും കൂടി ഉണ്ടായിരുന്നു. ഈ നാരായണൻ ഒരു മുൻ RSS പ്രവർത്തകനായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ വായിച്ച RSSകാർ സത്യത്തിൽ ഞെട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടായോ മഞ്ചേശ്വരത്ത്, പ്രത്യേകിച്ച് മഞ്ചേശ്വരം പോലുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ യാഥാർത്ഥ്യം എന്തായാലും വെളിവായിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗ് നേതാവ് ഇർഫാന ഇക്ബാൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഒന്നാമത്തെ കാര്യം, ഈ നാരായണൻ എന്ന വ്യക്തി, മരിച്ചുപോയ വ്യക്തി, അദ്ദേഹം ഒരു RSS പ്രവർത്തകനായിരുന്നില്ല. ആണെങ്കിൽ ഇന്നലെ ശശികല ടീച്ചർ ചോദിച്ചതുപോലെ ഏത് ശാഖ സ്വയം സേവകനാണ്? RSSൽ ഇദ്ദേഹത്തിന് എന്തായിരുന്നു ചുമതല എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ലീഗിനൊക്കെ അറിയുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ശശികല ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണി എന്തായിരുന്നു? RSSൽ ചുമതല എന്ന് നമ്മൾ പറയുന്നതും നമുക്ക് പരിചിതമായിട്ടുള്ള വാക്കുകൾ മുസ്ലിം ലീഗിന് പരിചിതമാകണമെന്നില്ല. RSSൻ്റെ ജില്ലാ തരംതിരിവുകൾ കാണുമ്പോൾ തന്നെ അവരുടെയൊക്കെ കണ്ണ് മഞ്ഞളിച്ച് പോകാറുണ്ട്. അത് വാർത്തയുടെ ആദ്യ വ്യാജഭാഗം. രണ്ടാമത്തെ വ്യാജഭാഗം അവിടുത്തെ സ്വയം സേവകർ തന്നെ പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഒരു പോസ്റ്റിലൂടെ തന്നെ വായിക്കാം. അപ്പോൾ ഈ ഇർഫാന ഇക്ബാലിൻ്റെ വ്യാജപ്രചരണം നടന്നതിനെ തുടർന്ന്, പുറത്തു വന്നതിനെ തുടർന്ന് അത് വ്യാജമാണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരുപാട് പേർ RSSൻ്റെ അവർക്ക് പരിചയമുള്ള ചുമതല വഹിക്കുന്നവരെയും കാര്യവാഹകളെയൊക്കെ വിളിച്ചന്വേഷിച്ചതിനെ തുടർന്ന് വ്യക്തമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു. അപ്പോൾ അദ്ദേഹത്തിന് ശശികല ടീച്ചർ തന്നെ എഴുതിയത് ഞാൻ പ്രേക്ഷകരുമായിട്ടൊന്ന് വായിച്ച് പങ്കുവയ്ക്കാം. കൊണ്ടപൂർ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സേവാഭാരതി മംഗലപ്പാടി സമിതി അധ്യക്ഷൻ രഘു അണ്ണൻ ചെറുകോളിയാണ് നാരായണനായി ചിതയൊരുക്കിയത്. അവിടെ വന്ന കൗൺസിലറായ ഇർഫാന ഇക്ബാൽ ഞാൻ വിറക് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വെച്ചോളൂ മോളെ, കത്തിത്തീരുന്നതല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവരിതിൻ്റെ പടമെടുത്ത് സ്വന്തം സംഘടനയ്ക്കെതിരെ തന്നെ ഉപയോഗിക്കുമെന്ന് സാധുവായി അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. ഇതാണ് സത്യം. കാരണം ഈ മഞ്ചേശ്വരം എന്ന പ്രദേശത്ത് കൊറോണ സമയത്ത് പോലും ഈ കൊറോണ ബാധിച്ച് മരണപ്പെട്ട 100ഓളം മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ, ജാതി മത ഭേദമില്ലാതെ സംസ്കരിക്കുവാൻ ആളുകൾ ഈ കൊറോണയെ ഭയന്ന് മടിച്ചപ്പോൾ മുന്നിട്ടിറങ്ങി അതിന് തയ്യാറായവരാണ് സേവാഭാരതി അവിടെ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലൊരവസരത്തിൽ RSSകാരനാണോ അല്ലയോ അതെല്ലാം രണ്ടാമത്തെ വിഷയം. അങ്ങനെ ഒരു വ്യക്തിയുടെ ചിതയൊരുക്കുന്നതിന് യാതൊരു തടസ്സവും, ഉറ്റവരോ ഉടയവരോ ഇല്ലെങ്കിൽ യാതൊരു തടസ്സവും സേവാഭാരതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു മുടക്കും ഉണ്ടാകില്ല. സേവാഭാരതി മുന്നിട്ടിറങ്ങി തന്നെ ചെയ്യും. RSSകാരനായിരിക്കണമെന്നുമില്ല, ഹിന്ദു ആയിരിക്കണമെന്ന് പോലുമില്ല. അവർക്ക് അനുയോജ്യമായ അവരുടെ മതാടിസ്ഥാനത്തിലുള്ള സംസ്കാര ക്രിയകൾ സേവാഭാരതി ചെയ്തിരിക്കും. അല്ല എങ്കിൽ കൊറോണ കാലത്ത് പ്രത്യേക രീതിയിലേ സംസ്കരിക്കുവാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നത് കൊണ്ട് ആ രീതിയിൽ സംസ്കരിക്കുവാനുള്ള ഒരുക്കങ്ങളും ചെയ്ത സംഘടനയാണ് സേവാഭാരതി മഞ്ചേശ്വരത്ത് വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ രഘുവേട്ടൻ പറഞ്ഞതുപോലെ, രഘു ചെറുകോളി പറഞ്ഞതുപോലെ, ഈ ഇർഫാന ഇക്ബാൽ എന്നുള്ള വ്യക്തി അവരുടെ ഉള്ളിലുള്ള കുടിലതയുമായി ആ സംസ്കാര ചടങ്ങിനെത്തുകയും അവിടെ ഞാനും വിറക് വെച്ചോട്ടെ എന്ന് ചോദിച്ച് ചിതയിലേക്ക് വിറകെടുത്ത് വെച്ച് ആ ചിത്രങ്ങളെടുത്ത് ദുരുപയോഗം ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്തത്? ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഇർഫാന ഇക്ബാലിൻ്റെ മാത്രം പ്രത്യേകതയല്ലിത്, മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രത്യേകതയല്ലിത്. ഈ ഒരു വ്യാജ പ്രചരണം ഇത് അവരുടെ ഉള്ളിൽ പരമ്പരാഗതമായി മതം രക്തത്തിൽ അലിയിച്ച ഒരു നുണപറച്ചിലിൻ്റെ പുതിയ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്. ഈ നുണപറച്ചിലിന് അവരുടേതായിട്ടുള്ളൊരു നാമവുമുണ്ട്, തക്കിയ. അവരുടെ മതപ്രബോധനത്തിന്, അവരുടെ മതത്തിൻ്റെ പ്രചാരണത്തിന്, അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ വലിപ്പം കാട്ടുന്നതിന് എന്ത് നുണപ്രചരണവും അവർക്ക് അനുവദനീയമാണ് എന്ന് മതപരമായി തന്നെ അവരെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പ്രാഥമിക ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പണ്ഡിതന്മാർ പറയട്ടെ. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചും സംവാദമാകാം. കാരണം അതിനെക്കുറിച്ചും അത്യാവശ്യം പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഇസ്ലാമിൻ്റെ
പ്രവാചകൻ മുഹമ്മദ് കഴിഞ്ഞാൽ അടുത്ത ഇസ്ലാമിക പണ്ഡിതൻ ഞാനാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പഠനം നടത്തിയിട്ടുണ്ട്. അത് മതപണ്ഡിതന്മാർ പറയട്ടെ, അപ്പോൾ അതിനെക്കുറിച്ച് സംവാദം ചെയ്യാം. പക്ഷേ ഇത്തരത്തിൽ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ അവർക്ക് നുണ പറയാമെന്നുള്ള ഒരു അനുവാദം പണ്ഡിതന്മാരിലൂടെ പരമ്പരാഗതമായി തന്നെ പാരമ്പര്യമായി തന്നെ ഇത്തരം ആൾക്കാരുടെ, ഇർഫാൻ ഇക്ബാൽ ആകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, ഒരു വ്യക്തിയല്ല ഇവിടെ പ്രശ്നം, ഒരു പാർട്ടി അല്ല ഇവിടെ പ്രശ്നം. മുസ്ലിം ലീഗ് ആയാലും SDPI ആയാലും നിരോധിത ഭീകരവാദ സംഘടനയായ PFI ആയാലും മദനിയുടെ വിവിധ പ്രസ്ഥാനങ്ങളായാലും ISIS ആയാലും താലിബാനായാലും അൽഖ്വയ്ദയായാലും ഇവർക്കെല്ലാം അടിസ്ഥാനമായി പകർന്നു കിട്ടിയിട്ടുള്ള മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി പകർന്നു കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ തക്കിയ എന്ന് പറയുന്നത്. തക്കിയ എന്നുള്ള നുണപറച്ചിലാണ്. ആ നുണപറച്ചിലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇർഫാൻ ഇക്ബാലിൻ്റെ ഈ പ്രവൃത്തി. അല്ലെങ്കിൽ ഒരു അവാന്തര രൂപമെന്ന് പോലുമല്ല, നുണപറച്ചിലിൻ്റെ ഒരു നേർകാഴ്ചയാണ് ഇർഫാൻ ഇക്ബാലിൻ്റെ ഈ പ്രവൃത്തി. ഈ പ്രവർത്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും നിങ്ങൾക്ക് നിരന്തരം കാണുവാൻ സാധിക്കും. കരുണാകരൻ ചേട്ടന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സഹായിക്കാൻ വന്ന അബ്ദു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്ഥിരമായി നാരായണൻകുട്ടിച്ചേട്ടൻ്റെ കടയിലെ ചായയും പുട്ടും, ചൂട് ചായയും പുട്ടും കഴിച്ചില്ലെങ്കിൽ ദിവസം ശരിയാകാത്ത ഫക്രുദ്ദീൻ തുടങ്ങിയ കരളലിയിക്കുന്ന കഥനകഥകൾ ഫേസ്ബുക്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് കാലങ്ങൾക്ക് മുൻപ് തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. ഇതൊരു പ്രക്രിയയാണ്. ആദ്യമൊക്കെ ഇത്തരം പോസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. പിന്നെ ആളുകൾക്ക് ഇതിൻ്റെ ഒരു സത്യം മനസ്സിലായി തുടങ്ങി. കാരണം ഈ ഒരു കള്ളം പറച്ചിൽ കേട്ട് വരുമ്പോൾ, സ്ഥിരമായി നാരായണൻ ചേട്ടൻ്റെ പേര് ഉപയോഗിച്ച് വരുമ്പോൾ, ഞാനൊരിക്കൽ ഇട്ട കമൻറ്റ് പോലെ ഈ പറയുന്ന ഇത്രയും പേർ നാരായണൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ദിവസവും രാവിലെ പുട്ടും കടലയും ചൂട് ചായയും കഴിക്കുന്നുണ്ടെങ്കിൽ അംബാനിയൊന്നും ആയില്ലെങ്കിലും മിനിമം ഒരു രവി പിള്ളയെങ്കിലും ആയിരിക്കണം നാരായണേട്ടൻ ഇപ്പോഴത്തേക്കും. കാരണം അത്രത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കടയിൽ വന്നു പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കടയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണം മാത്രം, അതുതന്നെ വലിയൊരു തുക അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം ഒരു രവി പിള്ള നിലവാരത്തിലെങ്കിലും ഇപ്പോൾ എത്തിയിട്ടുണ്ടാവണം. അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹത്തിൻ്റെ വിലാസം ഒന്ന് കണ്ടാലും പരിചയപ്പെടാനും ആഗ്രഹമുണ്ട് എന്നുള്ള കമൻറ്റുകൾ ഞാനുൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ഞാനാണത് പൊളിച്ചതെന്ന് അവകാശപ്പെടുന്നില്ല. നിരവധി ആൾക്കാർ ഈ കള്ളം തിരിച്ചറിഞ്ഞിരുന്നു. ഈ കള്ളം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം മുതൽ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും ഒരു ഉദാഹരണം പറഞ്ഞ് ഈ വിഷയം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. ഇവർ ഈ മതപ്രബോധനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായി തുടങ്ങുന്നത് ആദ്യം ബ്ലോഗിൻ്റെ കാലത്ത് അതിൻ്റെ ഒരു ചെറിയ സംരംഭം ഇവർ നടത്തി. സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സിനിമകളെ മുഴുവൻ ഇസ്ലാമിക വീക്ഷണകോണിലൂടെ നിരൂപണം ചെയ്തു തുടങ്ങി. ഒരു മറുവശത്ത് മതപ്രബോധനം, ഖുർആൻ വചനങ്ങൾ. പക്ഷേ ആ സമയത്താണ് ജബ്ബാർ മാഷിൻ്റെ ബ്ലോഗുകളുമൊക്കെയായി രംഗത്തെത്തുന്നത്. അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അത് മറ്റൊരു അവസരത്തിൽ ആ കഥ പറയാം. വളരെ രസകരമായൊരു ചരിത്രമാണത്. ഫേസ്ബുക്ക് വന്നപ്പോൾ ഇവരുടെ ഈ പ്രബോധനവും ഈ നുണക്കഥകളും വർദ്ധിച്ചു വന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ ചരിത്രത്തിലുണ്ടോ, യഥാർത്ഥത്തിൽ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരവസരത്തിലെ സംവാദത്തിന് ഉള്ള വിഷയമാണ്. ഇപ്പോൾ പറയുന്നത് ഇവർ പ്രചരിപ്പിച്ചിരുന്ന ഒരു നുണക്കഥയാണ്. അതിൽ തന്നെ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ സംബന്ധിച്ച് ഒരു കഥ വലിയ പ്രചാരം നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുമായി ഒരിക്കൽ വഴിയെ നടന്നു പോകുമ്പോൾ ഈ സക്കാത്തിന് ദാനം നൽകുവാൻ, അവരുടെ ഭാഷയിലുള്ള ദാനം നൽകുവാൻ വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ആ കൊച്ചുകുഞ്ഞ് ആഗ്രഹപൂർവ്വം എടുത്ത് കഴിച്ചപ്പോൾ പ്രവാചകൻ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് അതെടുത്ത് പുറത്ത് കളഞ്ഞു. കാരണം സക്കാത്തിനുള്ള സ്വത്തിൽ, അല്ലെങ്കിൽ സക്കാത്തിന് വെച്ചിരിക്കുന്നതിൽ നമുക്ക് അവകാശമില്ല. പക്ഷേ വളരെ ദരിദ്രനായിരുന്നു മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനൊരു ഈന്തപ്പഴം പോലും വാങ്ങി നൽകുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ പൊന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത് എന്നുള്ളൊരു കഥ ആരോ പടച്ചുവിട്ടു. അത് വലിയ പ്രചാരം നേടിയിരുന്നു. അത് പൊളിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ്. കാരണം ഒരു വളരെ ലളിതമായൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഈ സംവാദങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചത് വളരെ കൃത്യമായിട്ടൊരു കാര്യം, ഈ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് ദരിദ്രനായിരുന്നു അതേ എന്ന് ആ ഏത് പോസ്റ്റിൻ്റെ താഴെയാണോ സംവാദം നടന്നത് ആ പോസ്റ്റ് അവിടെ ഇട്ട വ്യക്തി അതേ എന്ന് സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് നിരവധി പത്നിമാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ദാസിമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇത്രയും ദരിദ്രനായ ഒരാൾ അവരെയെല്ലാം തൻ്റെ കുടുംബത്തേക്കും തൻ്റെ അധീനതയിലേക്കും തൻ്റെ സംരക്ഷണതയിലേക്കും കൊണ്ടുവരുന്നത് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ തെറ്റല്ലേ? അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ നിയമപ്രകാരം തെറ്റല്ലേ? കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയും നിങ്ങളുടെ ശാരീരിക ശേഷിയും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആദ്യ ഭാര്യയുടെയും രണ്ടാമത്തെ ഭാര്യയുടെയും ഒക്കെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ തുടരെയുള്ള വിവാഹങ്ങൾക്ക് അനുവാദമുള്ളൂ എന്നാണ് ഇസ്ലാമിക നിയമങ്ങൾ തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ സമ്പൂർണ്ണ ദരിദ്രനായ കൊച്ചുമകന് ഒരു ഈന്തപ്പഴം പോലും വാങ്ങി നൽകുവാൻ ശേഷിയില്ലാത്ത മുഹമ്മദ് ഈ
പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ നിയമങ്ങൾക്കെതിരല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അതിന് താഴെ ആ കമൻറ്റുകൾക്ക് താഴെ വന്നത്, എൻ്റെ ആ ഒരു ചോദ്യത്തിന് താഴെ വന്നത് നല്ല പച്ചത്തെറിയായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ഈ തക്കിയ, ഞാനൊരു ഉദാഹരണമായിട്ട് സാന്ദർഭികമായിട്ടൊരു ഉദാഹരണം, എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലൊരു തക്കിയാണ് ഈ ഇർഫാന ഇക്ബാൽ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എന്ന് പ്രേക്ഷകർ വ്യക്തമായി മനസ്സിലാക്കുക. മഞ്ചേശ്വരത്ത് ഒരു RSSകാരനോ മുൻ RSSകാരനോ ഒരു സാധാരണ മലയാളിയോ അന്യഭാഷാ തൊഴിലാളിയോ നിയമലംഘനം നടത്തി തെളിവുകളില്ലാത്ത അവശേഷിക്കുന്ന ഒരു മൃതദേഹമല്ലാതെ ഏതൊരു മൃതദേഹം ഉണ്ടായാലും അത് അനാഥമായി പോകില്ല. കാരണം സേവാഭാരതിക്ക് അവിടെ സജീവമായി തന്നെയുണ്ട് ഇത്തരത്തിൽ ജാതി മത ഭേദമന്യേ ഇത്തരം കർമ്മങ്ങൾ ഒരു ഭയവുമില്ലാതെ കൊറോണ കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെയല്ലേ ഇപ്പോൾ നാരായണേട്ടൻ RSSൻ്റെ ഏത് ശാഖയിലെ സ്വയം സേവകനാണ് എന്നുള്ളതും എന്തായിരുന്നു അദ്ദേഹത്തിന് RSSലുള്ള ചുമതല എന്നുള്ളതും പണി ശശികല ടീച്ചർ പറഞ്ഞ പോലെ ഇർഫാന ഇക്ബാലിന് മനസ്സിലാകുവാൻ വേണ്ടി പറയുകയാണ് എന്നുള്ളതും ഇർഫാന ഇക്ബാലും മുസ്ലിം ലീഗും വ്യക്തമാക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശയോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു തൽക്കാലത്തേക്ക്. പ്രേക്ഷകരുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.